ഹലോ ചങ്കുള, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് എവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ നമ്മൾ സ്വന്തം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ വെറൈറ്റിയാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആഗസ്റ്റ് 15-നോടനുബന്ധിച്ചിട്ട് നമ്മൾ ഈ ഒരു ത്രിവർണ്ണ പതാകയുടെ കളറിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അലങ്കരിച്ചിരിക്കുന്നത്. ഒരുപാട് യാത്രക്കാർ വന്നിട്ട് വീഡിയോ ഷൂട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ എടുത്തൊരു വീഡിയോ ഇട്ടത്. പിന്നെ എങ്ങനെ വെച്ചാൽ ഇത് 2 ദിവസം മുന്നേ പബ്ലിഷ് ചെയ്യണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്കിൽ പെട്ടു, അത് കാരണം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തു കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എങ്ങനെ ചോദിച്ചാൽ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷനെയും ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷനെയും കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റെയിൽവേ സ്റ്റേഷൻ സത്യം പറഞ്ഞാൽ ഒരു എയർപോർട്ടിലേക്ക് വന്ന ഫീലാണ്. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ രാത്രി 10 മണിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയുടെ കുറച്ച് കുറവുണ്ടാവും. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു രാത്രി സമയങ്ങളിൽ ഷൂട്ട് ചെയ്തിരുന്നു വെച്ചാലുണ്ടോ ഈ ഒരു ലൈറ്റിനെ കുറിച്ചിട്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ചിട്ട് ഇതിന് മുന്നേ 1-2 വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണില്ല കേട്ടോ. പിന്നെ എങ്ങനെയാ ചോദിച്ചാൽ കേരളത്തിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് എനിക്ക് അത്രയ്ക്ക് ദൂരമൊന്നുമില്ല കേട്ടോ, 8 കിലോമീറ്ററേ ഉള്ളൂ. അത് കാരണം ഞാൻ ഇടയ്ക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യങ്ങൾ ഉണ്ടാവലുണ്ട് കേട്ടോ. പിന്നെ എങ്ങനെയാ ചോദിച്ചാൽ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ അടിച്ചുള്ളൂട്ടുള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതേമാതിരി തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. രാത്രി ആയതുകൊണ്ട് ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരക്ക് കുറച്ച് കുറവുള്ളത് മാതിരി തോന്നുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ എന്തായാലും അകത്തേക്ക് പോയി കഴിഞ്ഞാൽ വെച്ചാലാണ് ഇവിടെ തിരക്കുണ്ടാവുക. അങ്ങനെ പിന്നെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ട് ഞാൻ ആസ്വദിച്ച് നിന്നിട്ട് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഈ ഒരു കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഓപ്പോസിറ്റുള്ള KTC ഹോട്ടലിൽ പോയിട്ട് ഒരു ചായയെല്ലാം കുടിച്ചിട്ട് പിന്നെ ഞാൻ ഈ ഒരു കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു കേട്ടോ. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇത്രയ്ക്കും അപ്ഡേഷൻ ആവുന്നുള്ളൊരു കാര്യം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും അടിപൊളിയായിട്ട്. പിന്നെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് മെയിനായിട്ടൊരു കാര്യം പറയാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ട കാണണം കേട്ടോ. അതൊരു അപേക്ഷയാണ്. രാത്രി കാലങ്ങളിൽ ഈ ഒരു ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കാണുമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് കേട്ടോ. പിന്നെ എങ്ങനെ വിഷമെന്ന് ചോദിച്ചാൽ ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്ന് അന്തി ഉറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചോദിച്ചാൽ അവർക്കെല്ലാം കുറച്ച് ദൂരയാത്രക്കാരാണ് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. എന്തായാലും ദയനീയമായിട്ട് ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. വേറെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ട് വെച്ചാൽ അതും കൂടി പോയിട്ട് ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരിക്കും ഓക്കെ ബൈ.